ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ചെടിയുടെ വീഡിയോ ആയിട്ടാണ്. ഈ ചെടിയുടെ പേരാണ് ഹവോത്തിയ ലിമിഫോളിയ. ഇതിനെ ഫെയറി വാഷ്ബോർഡ് എന്നും അറിയപ്പെടുന്നു. സ്മോൾ സാക്കുലൻറ്റ് പ്ലാന്റ് ആണിത്. 3 വർഷം മുന്നേ വെച്ച ഒരു ചെടിയാണിത്. അത് കഴിഞ്ഞ് അതിൻ്റെ ചുറ്റിനും 2 ചെടികൾ വന്ന് നല്ല വളർന്ന് അതിന് ശേഷമാണ് ഇപ്പോൾ അറ്റത്ത് 2-3 തൈകൾ കിളുത്ത് വന്നിട്ടുണ്ട്. ഇത് വളരെ സ്ലോ ഗ്രോവിങ് ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ഇത് കണ്ടോ, ചെറിയൊരു ഹവോത്തിയ പ്ലാന്റ് കിളുത്ത് വന്നേക്കുന്നതാണ്. പിന്നെ ഇവിടെയും ചെറുതൊരെണ്ണം കിളുത്ത് വന്നിട്ടുണ്ട്. ഇതിന് ഭയങ്കര ബലമാണ്. ഇതിൻ്റെ ഇലകൾ ട്രയാങ്കിൾ ഷേപ്പിൽ അറ്റം കൂർത്ത് ചെറിയൊരു വരകളുണ്ട് ഇതിൻ്റെ ഇലകൾക്ക്. ഇങ്ങനെ പൊക്കത്തായിട്ട് വന്ന് ഇത് നല്ലൊരു പൂ പോലെയാണ് ഇത് കണ്ടു കഴിഞ്ഞാൽ ഈ ചെടി ഇരിക്കുന്നത്. ഹവോത്തിയ ചെടികൾ ഇൻഡോർ ആയിട്ട് വെക്കുന്ന ചെടികളാണ്. ഞാനിവിടെ ഔട്ട്ഡോർ ആയിട്ട് ഷെയ്ഡിൻ്റെ അടിയിലാണ് വെച്ചേക്കുന്നത്. കൂടുതൽ വെയിലടിക്കുമ്പോൾ ഈ ചെടികൾക്ക് അതിൻ്റെ ഇലകൾക്ക് മഞ്ഞ കളറായി മാറാറുണ്ട്. അന്നേരം അത് തണലത്തേക്ക് മാറ്റി. വെള്ളം എളുപ്പത്തിൽ വാർന്നു പോകുന്ന രീതിയിലുള്ള മണ്ണായിരിക്കണം ഹവോത്തിയ പ്ലാന്റ്സിന് ഉപയോഗിക്കേണ്ടത്. അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് വെള്ളം നിന്നിട്ട് ഇതിൻ്റെ വേര് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഹവോത്തിയ പ്ലാന്റ്സിൻ്റെ പൂക്കൾ അതിൻ്റെ ഒരു നീണ്ട തണ്ടിൻ്റെ അറ്റത്തായിട്ടാണ് പൂക്കൾ ഉണ്ടാകുന്നത്. നെൽക്കതിര് പോലെയാണ് ഇതിൻ്റെ അറ്റം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നത്. നെൽമണി അറേഞ്ച് ചെയ്തേക്കുന്ന പോലെയാണ് ഇതിൻ്റെ മുട്ടുകൾ കാണുന്നത്. എന്നിട്ട് ഇതിൻ്റെ മുട്ടിൻ്റെ അറ്റത്തൊരു കുഞ്ഞു വെള്ളപ്പൂവാണ് ഇതിനുള്ളത്. ഈ പൂക്കൾ ഇങ്ങനെ കുറേ നാൾ നിന്ന് കഴിഞ്ഞ് അത് ഈ പൂക്കളെല്ലാം പൊഴിഞ്ഞ് ഉണങ്ങി ഈ തണ്ടും ഉണങ്ങി അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. ഒരു ഹവോത്തിയ ചെടിയിൽ തന്നെ 2-3 പൂക്കൾ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് ഇതിങ്ങനെ കൊഴിഞ്ഞു പോകുമ്പോഴും അതിൻ്റെ തണ്ടിങ്ങനെ നീണ്ടു നിൽക്കുന്നതാണ് ഈ കാണുന്നത്. ഇതിൻ്റെ പൂക്കൾ കാണാൻ നല്ല ഭംഗിയാണ്. ഇതിന് വെള്ളയും പച്ചയും വരകളുള്ള നെൽമണി അതുപോലെയാണ് ഇതിൻ്റെ മൊട്ടുകൾ തോന്നുന്നത്. ഞാനിപ്പോൾ ചെടിയിലേക്ക് കുറച്ച് മണ്ണൊക്കെ ഇട്ട് പിന്നെ സൈഡിൽ നിന്ന് ഹവോത്തിയ പ്ലാന്റ് എടുത്ത് നടുക്കോട്ട് ഇച്ചിരി മാറ്റി വെച്ചെങ്കിലല്ലേ അത് നല്ല പൂ പോലെ, മറ്റേ സൈഡിൽ നിൽക്കുമ്പോൾ അതിനൊട്ടും സ്ഥലമില്ല. അതുകൊണ്ട് അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ഹവോത്തിയ പ്ലാന്റിൻ്റെ ഇലയിൽ നിന്ന് ചെടി വേറെ മുളപ്പിച്ചെടുക്കാമെന്ന് ചില വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്. ഞാനത് ചെയ്ത് നോക്കിയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അത് അറിയില്ല. പിന്നെ ഇതിൻ്റെ നമ്മൾ മാറ്റി നടുമ്പോൾ ഇതിൽ നിന്ന് കുറച്ച് മണ്ണും കൂടി ഇട്ട് വേണം, മദർ പ്ലാന്റിൽ നിന്ന് കുറച്ച് മണ്ണും കൂടി ഇട്ട് വേണം ഇത് മാറ്റി വെക്കാനെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഹവോത്തിയോപ്സിസ് ജെൻസിൽപ്പെട്ട ദക്ഷിണാഫ്രിക്കയിൽ കണ്ടെത്തിയ ഒരു പൂച്ചെടിയാണിത്. ഇത് കറ്റാർവാഴയുടെ ഗോത്രത്തിൽപ്പെട്ട ചെടിയാണ്. ഈ ചെടി സീബ്ര കാറ്റക്സ്, പേൾ പ്ലാന്റ്, സ്റ്റാർ വിൻഡോ പ്ലാന്റ് എന്നീ പേരുകളിലെല്ലാം അറിയപ്പെടുന്നു. എല്ലാ മാസവും ഇതിന് വളം ഇട്ട് കൊടുക്കണം. ചാണകപ്പൊടിയോ മുട്ടത്തൊണ്ടോ അങ്ങനെ നമുക്ക് എന്താണോ സുലഭമായി കിട്ടുന്ന ആ വളങ്ങളെല്ലാം ഇതിന് ഇടയ്ക്ക് ഇട്ട് കൊടുക്കണം. ചട്ടിയിൽ മണ്ണ് കുറഞ്ഞു എന്ന് തോന്നുമ്പോൾ കുറച്ച് മണ്ണ് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കണം. നല്ല വെളുത്ത പോട്ടിൽ ഈ ഹവോത്തിയ പ്ലാന്റ് വെച്ചിട്ട് ഇൻഡോറായിട്ട് കാണാൻ നല്ല ഭംഗിയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഈ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തതിന് താങ്ക് യു.